കർത്താവിൽ പ്രിയരെ, യേശു കർത്താവിൻ്റെ ജനനത്തെ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളാണല്ലോ ഇത്. മാവേലിക്കര യുവജന സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ 25 ദിവസവും ഒരു ധ്യാന ചിന്തകളുമായി നിങ്ങളെ സന്ദർശിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. എല്ലാ വർഷവും ഈ വിധത്തിൽ ധ്യാനചിന്തകളുമായി നിങ്ങളെ സമീപിക്കുന്ന പതിവ് യുവജന സഖ്യത്തിനുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവരുടെ ഉദ്യമത്തെ അഭിനന്ദിക്കുന്നു. ദൈവം ഈ ലോകം സൃഷ്ടിച്ചപ്പോൾ ഏറ്റവും സുന്ദരമായി. ഓരോ സൃഷ്ടി കഴിഞ്ഞപ്പോഴും തമ്പുരാൻ പറഞ്ഞു, നല്ലതാണ്, നല്ലതാണ്, നല്ലതാണ്. നന്നായി സൃഷ്ടിച്ച ലോകവും നന്നായി സൃഷ്ടിച്ച കുടുംബവും താളപ്പിശവുള്ളതായി തീർന്നപ്പോൾ അതിന്റെ കാരണം പാപമാണെന്ന് നമുക്ക് അറിയാം. അത് ദൈവത്തിന്റെ ഹൃദയത്തെ അസ്വസ്ഥമാക്കി. അതുകൊണ്ടാണ് യേശുവിനെ ലോകത്തിലേക്ക് അയച്ചത്. ഈ അസ്വസ്ഥമായ പാപപങ്കിലമായ ലോകത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ് ദൈവത്തിന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത്. അതുകൊണ്ടാണ് യേശു കർത്താവിന് ദൈവത്തിന്റെ ഗ്രീഫ് ആണ് എന്ന് പറയുന്നതിന്റെ കാരണം. ജീസസ് ഈസ് ദ ഗ്രീഫ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ഹൃദയം അസ്വസ്ഥമായതിന്റെ ഫലമായിട്ടാണ് ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. ദൈവം ലോകത്തിന് പുത്രനെ നൽകിയ സംഭവത്തെ കുറിച്ചാണല്ലോ യേശു കർത്താവിന്റെ ജനനത്തിലൂടെ നാം ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. ഓരോ ദിവസവും അതിന്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട്, അർത്ഥവ്യാപ്തി ഉൾക്കൊണ്ടുകൊണ്ട് യേശു ക്രിസ്തുവിൽ കൂടെ സാധ്യമായി തീർന്ന ആ രക്ഷയുടെ സന്തോഷം അനുഭവിപ്പാൻ തക്കവണ്ണം നമുക്ക് അതിടയായി തീരണം. യേശുവിന്റെ ജനനം, കർത്താവിന് യേശുവിന്റെ ജനനത്തിലൂടെ നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദാനം രണ്ടാണ്. യേശുവിനെ പേരിട്ടപ്പോൾ തന്നെ ദൈവം ആ ദൈവത്തിന്റെ ക്രിസ്തുയേശുവിലൂടെ സാധ്യമായി തീരുന്നത് എന്താണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ ഇരിക്കുന്നത് കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. 2, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കുക. അടിസ്ഥാനപരമായി ഇത് രണ്ടുമാണ് യേശുവിന്റെ ജനനത്തിലൂടെ സാധ്യമായിട്ട് തീരുന്നത്. ദൈവത്തിന്റെ സാന്നിധ്യം എല്ലായിടത്തുണ്ട്. ദൈവം സ്വർഗത്തിൽ വസിക്കുന്നവനല്ല, നമ്മോടൊപ്പം. ആ സാന്നിധ്യം എല്ലായ്പ്പോഴും ലഭ്യമാണെന്നാണ് യേശുവിന്റെ ജനനത്തിലൂടെ ലോകത്തോട് തമ്പുരാൻ പ്രഖ്യാപിക്കുന്നത്. പാപമംഗലമായ ലോകത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ് തന്റെ പുത്രനെ ലോകത്തിലേക്ക് നൽകിയിരിക്കുന്നതെന്നാണ് യേശുവിന്റെ ജനനത്തിലൂടെ തമ്പുരാൻ പ്രഖ്യാപിക്കുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവമാകണം. യേശു ക്രിസ്തുവിൽ കൂടെ സാധ്യമായി തീരുന്ന രക്ഷയുടെ അനുഭവക്കാരായിട്ട് ദൈവസാന്നിധ്യം യഥാർത്ഥത്തിൽ എപ്പോഴും അനുഭവിക്കുന്നവരുമായി ജീവിക്കുവാൻ നമുക്ക് ഇടയാകണം. അതിലൂടെയാണ് നമ്മൾ യേശു തമ്പുരാന്റെ സാക്ഷിയായിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കുന്നത്. യേശുവിന്റെ ജനനത്തിലൂടെ സാധ്യമായി തീരുന്നത് ഇത് തന്നെയാണ്. ആ വലിയ അനുഭവം നമുക്ക് യേശു കർത്താവിലൂടെ സാധിക്കുന്നതിന് ഈ നാളുകൾ, യേശുവിന്റെ ജനനത്തെ പ്രത്യേകിച്ച് ഓർക്കുന്ന ഈ നാളുകൾ ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും. ഇതിന് നേതൃത്വം കൊടുക്കുന്ന മാവേലിക്കര യുവജന സഖ്യത്തെ അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്മസ് പുതുവർഷം ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ.